വെൽക്കം ടു എക്കണോമിക്സ് എഡിബിൾസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 എക്കണോമിക്സിനും സെറ്റ് എക്കണോമിക്സിനും പൊതുവായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എക്കണോമിസ്റ്റ് ആൻഡ് ദയർ ബുക്സ്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ബുക്ക് ചോദിക്കും, അതിൻ്റെ ഓഥർ ആരാണ്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്കണോമിസ്റ്റ് ആരാണെന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയറിൽ സെറ്റ് എക്കണോമിക്സ് എക്സാമിന് ചോദിച്ചിട്ടുള്ള പേപ്പറാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള ബുക്സ് ആൻഡ് ഓതേഴ്സ് അല്ലെങ്കിൽ ബുക്സ് ആൻഡ് റിലേറ്റഡ് എക്കണോമിസ്റ്റ് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചോ ഒരു ക്വസ്റ്റ്യൻ, അതായത് എക്കണോമിക്സ് ഏരിയയിൽ നിന്ന് ഒരു 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ ഒരു ക്വസ്റ്റ്യൻ ഏതെങ്കിലും ബുക്സ് ചോദിക്കും, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്കണോമിസ്റ്റ് അല്ലെങ്കിൽ ഓതർ ആരാണെന്നുള്ളത് ഓപ്ഷനിൽ നമ്മൾ കണ്ടെത്താൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ എല്ലാവരും കറക്റ്റായിട്ട് നോക്കി പോവുക. കാരണം ഒരു 3-4-5 ബുക്സും അതിൻ്റെ ഓതേഴ്സും നമുക്ക് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പതിവായിട്ട് ചോദിക്കുന്ന PYQയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും മിക്ക വർഷങ്ങളിലും വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എക്കണോമിക്സ് ഓഫ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് റിട്ടൺ ബൈ ഓപ്ഷൻ എ ചേംബർലിൻ, ഓപ്ഷൻ ബി ജോആൻ റോബിൻസൺ, ഓപ്ഷൻ സി സ്രാഫ, ഓപ്ഷൻ ഡി പോൾ എം സ്വീസി. ഇവിടെ ആൻസർ വരുന്നത് എക്കോണമീസ് ഓഫ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ വരുന്നത് ഓപ്ഷൻ ബി ജോആൻ റോബിൻസൺ ആണ്. ഞാനിവിടെ ടിക്ക് ചെയ്തതിൻ്റെ പേരിൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി കാണല്ലേ. നമ്മ എക്കണോമിക്സ് എഡിബിൾസിൽ ജോആൻ റോബിൻസൻ്റെ ഒരു തിയറി, എക്കണോമിക് ഗ്രോത്ത് തിയറി നമ്മ ക്ലാസ് ഉണ്ടായിരുന്നു. ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഗോൾഡൻ ഏജ് ഇക്വിലിബ്രിയം റിലേറ്റ് ചെയ്തിരിക്കുന്ന ആരുമായി ബന്ധപ്പെട്ടിട്ട ജോആൻ റോബിൻസൺ ആയിട്ടാണ്. ഡെൽറ്റ n ഡിവൈഡഡ് ബൈ n ഈക്വൽ ടു ഡെൽറ്റ k ഡിവൈഡഡ് ബൈ k എന്ന് പറഞ്ഞ ഗോൾഡൻ ഏജ് റൂള് ഒക്കെ ഓർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആ ഗോൾഡൻ ഏജ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ആ ഗോൾഡൻ ഏജ് റൂളൊക്കെ പോയി ക്ലാസ് കാണുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്കണോമിക് പോളിസി പ്രിൻസിപ്പിൾസ് ആൻഡ് ഡിസൈൻ ഈസ് ഓതേർഡ് ബൈ ഓപ്ഷൻ എ എച്ച് തെയിൽ, ഓപ്ഷൻ ബി ആർ ഇ ലൂക്കാസ്, ഓപ്ഷൻ സി എസ് ഫിഷർ, ഓപ്ഷൻ ഡി ജെ ടിൻബെർജൻ. ഇവിടെ ആൻസർ വരുന്നത് ജെ ടിൻബെർജൻ ആണ്. ജാൻ ടിൻബെർജൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ നോക്കാം. ഓതേഴ്സ് ഓഫ് ദ ബുക്ക് വൈ നാഷൻസ് ഫെയിൽ, ദ ഒറിജിൻ ഓഫ് പവർ, പ്രോസ്പിരിറ്റി ആൻഡ് പോവർട്ടി. ഓപ്ഷൻ എ ഡി റോഡ്രിക് ആൻഡ് എസ് സുബ്രഹ്മണ്യൻ, ഓപ്ഷൻ ബി ഡി അക്കിമൊഗ്ലു ആൻഡ് ജെ എ റോബിൻസൺ, ഓപ്ഷൻ സി ജെ ഭഗവതി ആൻഡ് എ പനഗരിയ, ഓപ്ഷൻ ഡി ഫ്രാൻസിസ് ഫുക്യാമ ആൻഡ് ഹെരിഷ്മാൻ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഡി അക്കിമൊഗ്ലു ആൻഡ് ജെ എ റോബിൻസൺ. അവരുടെ പ്രത്യേകത എന്താണ്? റീസെൻ്റ് ആയിട്ട് 2024 എക്കണോമിക്സിന് നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തികളാണ് ആര്? ഡി അക്കിമൊഗ്ലു ആൻഡ് ജെ എ റോബിൻസൺ. അവരെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്. ആര്? സൈമൺ ജോൺസണും കൂടി ഉണ്ട്. 2024 ഇവർ 3 പേരും കൂടിയിട്ടാണ് എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ് പങ്കിട്ടത്. അപ്പോൾ ഈ ബുക്സ് എന്തായാലും നിങ്ങൾ ഓർത്ത് വെക്കുക. വൈ നാഷൻസ് ഫെയിൽ, ദ ഒറിജിൻ ഓഫ് പവർ, പ്രോസ്പിരിറ്റി ആൻഡ് പോവർട്ടി. അത് അവർ എന്ത് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർക്ക് കിട്ടിയത്? എങ്ങനെയാണ് വികസിത രാജ്യങ്ങൾ വീണ്ടും സമ്പന്നമാവുന്നത് എന്നുള്ള ഇതിലുള്ള സ്റ്റഡീസിനാണ് അവർക്ക് ഇത്തവണത്തെ നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വൈ നാഷൻസ് ഫെയിൽ, ദ ഒറിജിൻ ഓഫ് പവർ, പ്രോസ്പിരിറ്റി ആൻഡ് പോവർട്ടി റിലേറ്റഡ് ടു ഡി അക്കിമൊഗ്ലു ആൻഡ് ജെ എ റോബിൻസൺ. കുറേ കോഡുകളൊക്കെ ഉണ്ട് നോബൽ പ്രൈസ് 3 പേരൊക്കെ പങ്കിടുമ്പോൾ ഓർത്തിരിക്കാനായിട്ട്. നിങ്ങൾ കുറേ കോഡുകൾ കണ്ടു കാണും. എന്താ? എക്കണോമിക്സ്. അപ്പോൾ സമ്പത്തില്ലാത്ത ജോൺസൺ, ഡി അക്കിമൊഗ്ലു അതായത് മകളുമായി റോബിൻസൺ റോബറിക്ക് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കോഡൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി അടുത്തത് നോക്കാം. ഓതർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി ആൻഡ് ടാക്സേഷൻ. ഓപ്ഷൻ എ ഡേവിഡ് റിക്കാർഡോ, ഓപ്ഷൻ ബി JS മിൽ, ഓപ്ഷൻ സി ആൽഫ്രഡ് മാർഷൽ, ഓപ്ഷൻ ഡി ആഡം സ്മിത്ത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഡേവിഡ് റിക്കാർഡോ. ഈ ബുക്സ് ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് കേൾക്കണം ഡിഗ്രി തുടങ്ങി ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ പഠിക്കുമ്പോൾ ഈ ബുക്സ് പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി ആൻഡ് ടാക്സേഷൻ, ഈ ബുക്സ് ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് കേൾക്കണതാണ്. അപ്പോൾ ആരാണ്? ഓപ്ഷൻ എ ഡേവിഡ് റിക്കാർഡോ ആണ്. ഡേവിഡ് റിക്കാർഡോ എന്തിനൊക്കെയാണ് ഫേമസ്?
കമ്പാരിറ്റീവ് ഇൻ്റർനാഷണൽ ട്രേഡിലെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി കൊണ്ടുവന്നത് ഡേവിഡ് റിക്കാർഡോ ആണ്. അതായത് തിയറി ഓഫ് റെൻറ്റ്, ഇതൊക്കെ ആരാണ്? ഡേവിഡ് റിക്കാർഡോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി അടുത്ത് നോക്കാം. ക്യാപിറ്റൽ ഇൻ ദ 21st സെഞ്ച്വറി വാസ് റിട്ടൺ ബൈ ഓപ്ഷൻ എ തോമസ് പിക്കറ്റി, ഓപ്ഷൻ ബി ക്രൂപ്പ്മാൻ, ഓപ്ഷൻ സി എ.കെ. സെൻ, ഓപ്ഷൻ ഡി ജഗദീഷ് ഭഗവതി. ഇതിൽ ഈ ക്യാപിറ്റൽ ഇൻ ദ 21st സെഞ്ച്വറി, അതായത് ലാസ്റ്റ് ഇയർ നടന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ 2022 നടന്ന സെറ്റ് എക്സാമിനും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാപിറ്റൽ ലിസ്റ്റ് ഇൻ ദ 21st സെഞ്ച്വറി. ഇവിടെ ആൻസർ വരുന്നത് തോമസ് പിക്കറ്റി ആണ്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എക്കണോമിക്സ് സിലബസ് അനുസരിച്ച് പഠിച്ചാലോ എന്നുള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്കണോമിക്സ്, സെറ്റ് എക്കണോമിക്സിൻ്റെ PYQ, അതായത് പ്രീവിയസ് പേപ്പർ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ ക്വസ്റ്റ്യനിൽ കൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് രീതിയിൽ എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുമെന്നുള്ളത്. അപ്പോൾ 2022 സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിനും അതേപോലെ തന്നെ സെറ്റ് എക്കണോമിക്സ് എക്സാമിനും കോമൺ ആയിട്ട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഏത് ക്യാപിറ്റൽ ഇൻ ദ 21st സെഞ്ച്വറി. അത് തന്നെയല്ല ഈ കഴിഞ്ഞ ജനുവരി 25 ക്വസ്റ്റ്യനിലും മാച്ച് ദ ഫോളോയിങ്ങിൽ ഈ ക്യാപിറ്റൽ ഇൻ ദ 21st സെഞ്ച്വറി എന്നുള്ള ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ്ങിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് ദ ഓതർ ഓഫ് ദ ബുക്ക് ദ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ്? ഓപ്ഷൻ എ റിക്കാർഡോ, ഓപ്ഷൻ ബി പ്രെബിഷ്, ഓപ്ഷൻ സി ആഡം സ്മിത്ത്, ഓപ്ഷൻ ഡി റോഡാൻ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആഡം സ്മിത്ത് ആണ്. ദ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ് 1759 പബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ ആഡം സ്മിത്ത് നമുക്കറിയാലോ, എക്കണോമിക്സിന്റെ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്നതാണ്. അദ്ദേഹത്തിന്റെ വേറൊരു ബുക്കും കൂടി ഉണ്ടല്ലോ ഫേമസ്, വെൽത്ത് ഓഫ് നേഷൻസ്. അപ്പോൾ ഈ ഒരു 3-4 ബുക്കുകളൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളതായിരിക്കും. ദ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ്, വെൽത്ത് ഓഫ് നേഷൻ, പിന്നെ റിക്കാർഡോയുടെ കണ്ടല്ലോ പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി ആൻഡ് ടാക്സേഷൻ. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കണ ബുക്സിന്റെ പേരാണ്. അപ്പോൾ അതിന്റെ ഓതേഴ്സ് അല്ലെങ്കിൽ എക്കണോമിസ്റ്റ് ആരാണെന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് ദ ഓതർ ഓഫ് പോവർട്ടി ഓഫ് ഫിലോസഫി? ഓപ്ഷൻ എ.കെ. സെൻ, ഓപ്ഷൻ ബി കാൾ മാർക്സ്, ഓപ്ഷൻ സി ഗാൽബ്രെയ്ത്ത്, ഓപ്ഷൻ ഡി മിർഡൽ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കാൾ മാർക്സ് ആണ്. പോവർട്ടി അല്ലേ, മാർക്സിസം, സോഷ്യലിസം ഇതിനൊക്കെ ഇമ്പോർട്ടൻ്റ്, മാർക്സിയം ഫിലോസഫിക്കും സോഷ്യലിസ്റ്റ് ഫിലോസഫിക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആരാണ്? കാൾ മാർക്സ് ആണ്. അപ്പോൾ പോവർട്ടി നമുക്ക് ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ കാൾ മാർക്സ് ആണ് പോവർട്ടി ഓഫ് ഫിലോസഫി എന്ന ബുക്കുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഓതർ അല്ലെങ്കിൽ എക്കണോമിസ്റ്റ്. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞ ഈ വട്ടത്തെ സെറ്റിൽ ചോദിച്ചത്. മാച്ച് ദ ഫോളോയിങ്. ലിസ്റ്റ് 1 എക്കണോമിസ്റ്റ് അല്ലെങ്കിൽ ഓതറിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 2 അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്സ്. അപ്പോൾ ആഡം സ്മിത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണല്ലേ, ഏതാ അതിലുള്ളത്? തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്. അപ്പോൾ ലിസ്റ്റ് 2 രണ്ടാമത്തെയാണ് ഏത് ആഡം സ്മിത്തായിട്ട് വരിക. അപ്പോൾ A2 ജോസഫ് ഷുംപീറ്റർ നമുക്ക് അറിയില്ല. ഓപ്ഷൻ സി നോക്കാം, തോമസ് പിക്കറ്റി. എങ്ങനെയാണ് നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് അറിയുന്നതും അറിയാത്തതും എലിമിനേറ്റ് ചെയ്തിട്ടുള്ളത്? നമുക്ക് ഒരു 2 പേരെ ബുക്സ് ആൻഡ് ഓതറും കിട്ടിയാൽ മതി, നമുക്ക് എങ്ങനെയെങ്കിലും എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താം. ഓപ്ഷൻ സി വരുന്നത് തോമസ് പിക്കറ്റി. ഏതാ നമ്മൾ കണ്ടേ, എന്നാളും ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ ലാസ്റ്റ് ഇയർ സ്റ്റാറ്റിസ്റ്റിക്കലിനും ചോദിച്ചു, 2022 സെറ്റിലും ചോദിച്ചു എന്ന് പറഞ്ഞു. ഏതാണ് തോമസ് പിക്കറ്റിയുമായി റിലേറ്റ് ചെയ്തത്? ക്യാപിറ്റൽ ഇൻ ദ 21st സെഞ്ച്വറി. അപ്പോൾ ഏതാണ് 1 അല്ലേ? അപ്പോൾ A2 കണ്ടു, C1. അപ്പോൾ ഏതാ വരിക ഇവിടെ? ആൻസർ A ആണ് ഓപ്ഷൻ വരിക. അപ്പോൾ ബാക്കിയുള്ളവരെ നമുക്ക് നോക്കാം. ജോസഫ് ഷുംപീറ്റർ. ബി ഏതാ വരിക? 4. ക്യാപിറ്റലിസം, സോഷ്യലിസം, ഡെമോക്രസി ആണ് വരിക. മിൽട്ടൺ ഫ്രീഡ്മാനായിട്ട് ഏതാ ബന്ധപ്പെട്ടിട്ട് വരിക? ക്യാപിറ്റലിസം ആൻഡ് ഫ്രീഡം. അപ്പോൾ വളരെ കുറച്ച് ബുക്സും ഇതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഇന്ത്യൻ ഓതേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്സ് ആൻഡ് ഓതർ ക്ലാസ് ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്ന് വളരെ കുറച്ച് ബുക്സാണ്, അതിൻ്റെ ഓതേഴ്സും ആരാന്നുള്ളതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക, ഒന്ന് മെമ്മറിയിൽ ഒന്ന് സൂക്ഷിച്ച് വെക്കുക. കാരണം ഇത് തന്നെയായിരിക്കും തിരിച്ചും മറിച്ചും മാച്ച് ദ ഫോളോയിങ്ങും അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഉണ്ടാവുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്